ഹലോ വെൽക്കം ടു ലൈഫ് പോകാനില്ല. ഇന്ന് നമ്മള് എൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ. അതായത് ഞങ്ങൾ മാത്രം, ഞാനും പിള്ളേരും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോവും. ഡോർഫിന്റെ ഫ്രണ്ടും കൂടെ അപ്പവും കൂടെ എയർപോർട്ടിലേക്ക് പോവാണ്. അവർക്കൊരു ചെറിയ ഓട്ടോ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ എയർപോർട്ടിൽ പോവും. അതിന് ശേഷം ഡോർഫിൻ കാണിക്കും. നമ്മൾ വീട്ടിൽ പോകുന്നു. എൻ്റെ വീടൊന്നും ഇതുവരെ നമ്മള് കാണിച്ചിട്ടില്ല അല്ലേ? എൻ്റെ വീട് ഇതുവരെ നമ്മൾ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇന്ന് പോയിട്ട് എൻ്റെ വീട് അപ്പോൾ ഇന്ന് കാണിച്ചു തരാം. എൻ്റെ കസിൻസ്, എൻ്റെ കസിൻ ബ്രദറിൻ്റെ, എൻ്റെ ചേട്ടൻ്റെ മോളുടെ കല്യാണമാണ് നാളെ. ഇന്നാണ് എൻ്റെ തലേ ദിവസം. പക്ഷെ നമ്മൾ നടത്തിയത് എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ എൻഗേജ്മെൻറ്റിൻ്റെ തലേദിവസമൊക്കെ ആയിരുന്നു ആഘോഷം. ഇന്ന് ഞങ്ങൾ വീട്ടുകാർ മാത്രം ഒന്ന് കൂടുന്നു, മാത്രമേ ഉള്ളൂ. നാളെ കല്യാണം അടിപൊളിയായിരിക്കും. അപ്പോൾ അതെല്ലാം വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ ലൈക്ക് പോകാനില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ തീരുന്നതിന് മുന്നേ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത് വലിയൊരു സപ്പോർട്ടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, എന്താണ് ഞങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം, സജഷനുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിലെത്തി. തൊപ്പി പോവല്ലേ? ശരി. നമ്മളെ ചെറുത്തുവാണ്. തുറക്കല്ലേ തുറക്കല്ലേ കേട്ടോ. അപ്പൊ ഇനി ഞങ്ങള് രാത്രി അങ്ങോട്ട് ഉച്ചക്ക് പോണം അല്ലേ? വരാൻ പറ്റുമോ നോക്ക്. തനിക്ക് വരാൻ പറ്റൂല എന്തായാലും. രാത്രിയല്ലേ വരുള്ളൂ. ശരി, അപ്പൊ ചേട്ടാ ബൈ. ഇറങ്ങിയാ ഇറങ്ങി. ഓക്കെ അല്ലേ? ശരി. ബൈ. ഇതാണ് കേട്ടോ, ഇത് ബ്രദർ വെച്ച വീടാണ്. ഇതാണ്. ഞാനൊരു 8ാം ക്ലാസ് മുതൽ താമസിച്ചത്. ഇപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി. ഇതായിരുന്നു. ഇപ്പൊ ഇവിടെ വന്ന് കയറി ഉടനെ ഒരാള് പഴം. നീ വീട് കാണിച്ചു കൊടുക്കണ്ട. ഏത് ഇത് നിങ്ങളുടെ തിരിടാടി എന്നാ തിരി. ഇങ്ങോട്ട് തിരി. ഇങ്ങോട്ട് തിരി. 75 വയസ്സ്. 75 വയസ്സ്. അപ്പൊ ഇതാണ് എന്റെ ഡാഡി. അപ്പൊ ഞങ്ങളിത് ഡാഡിയാണ് 75 വയസ്സാണെന്നൊക്കെ പറയുമ്പോ എല്ലാവരും എന്ന് ചോദിക്കും. അപ്പം ഡാഡിനെ ഇവിടെ കുറച്ചൊരു കളിയാക്കി എന്താ വിളിക്കാന്നറിയാം? എന്താ മൈക്കിളപ്പ. എന്താണ് പറയാ മൈക്കിളപ്പ? ഇല്ലേ, മമ്മൂട്ടിയുടെ ഭീഷ്മ എന്നൊരു സിനിമയുണ്ട്. അതിനകത്ത് പുള്ളി മൈക്കിളപ്പയാണ്. ഇതേപോലെയാണ് മുടി ഇങ്ങനെ കെട്ടിച്ച് തിരിഞ്ഞു കാണിക്കും. അതേ കെട്ടിച്ചുണ്ട്. അപ്പൊ ഇതാണ് ഡാഡി. അപ്പൊ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണ്. ഓക്കെ, പറ. അമ്മ പണ്ട് താമസിച്ച വീട് അല്ലേ? പണ്ട് താമസിച്ച വീടല്ല, ഞാൻ താമസിച്ച വീട്. ഇവിടെ ഞാൻ അതാണ് ഞങ്ങൾ സെയിലിന് വെച്ചേക്കണത്. അതായത് ആക്ച്വലി എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ വെച്ച വീട് ഇതാണ്. ചെറിയ വീട്. മുകളില് ആസ്പെറ്റോസ് ഷീറ്റാണ്. ഇതൊന്നും ഇങ്ങനെ കിടന്ന സ്ഥലമല്ല കേട്ടോ. ഇപ്പം ഡാഡിക്കൊക്കെ പുല്ല് പറിച്ച് കളയാനും അങ്ങനെയൊക്കെ ഡാഡിക്ക് എന്തോ അതൊരു ഈശോന്റെ ഫോട്ടോ ഒന്നും ഡാഡിക്ക് പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഞങ്ങളിത് ക്ലീൻ ആക്കാൻ പോവാ. കുളിപ്പിക്കുവായിരുന്നു. ആ മാവിന്റെ ഒക്കെ ചോട്ടിലൊരു പൈപ്പ് ഉണ്ടായിരുന്നു. പൈപ്പല്ല, അവിടെ ടാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ട് നിർത്തി കുളിപ്പിക്കുമായിരുന്നു. ഈ വീട് ശരിക്കും പറഞ്ഞാൽ ഈ വീടിൻ്റെ തറ ഞാൻ ആദ്യം കെട്ടി. എന്നിട്ട് പിന്നെ ഞാൻ വീട് വെച്ചില്ല. അതിനുശേഷമാണ് എൻ്റെ ഡോർഫിൻ്റെയും കല്യാണമൊക്കെ വന്നത്. അപ്പം ഞാൻ വീട് വെച്ചില്ല. എന്നിട്ട് പിന്നെ ബ്രദറിനെ എഴുതി കൊടുത്തിട്ട് അവർ വീട് വെച്ചു. അതും അപ്പുറത്തെ സ്ഥലവും കേട്ടോ. ആ അപ്പുറത്ത് കാണുന്ന പോർഷൻ നമ്മുടെ ആയിരുന്നു. അതും സെയിൽ ചെയ്തതാണ്. ഈ പോർഷനും സെയിൽ ചെയ്തതാണ്. അങ്ങനെ ഇവിടെ കുറേ ചെടിയൊക്കെ ഉണ്ട്. ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെയൊന്നും അല്ല കിടന്നിരുന്നത്. എൻ്റെ മമ്മിയും ഡാഡിയും ഉണ്ടായിരുന്ന സമയത്ത്, ഡാഡി ഉണ്ട്, മമ്മി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ ഭയങ്കര ക്ലീനാക്കി നീറ്റാക്കി വലിയ ഗാർഡനും ഒരുപാട് കിളികളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു വീടായിരുന്നു. ഇപ്പം അതില്ല. ഞാൻ കാണിച്ചു കൊടുക്കാം. ചെയ്യണം.
ഇത് ആരുമല്ലാടി, ഇത് ആരോടാടി പറയണ, ഇത് ചാനലിൽ ഇടാനാണ്. അടക്കാനെ പണിയാവും. ഇങ്ങനെ പൊളിഞ്ഞു കിട്ടിയോ നല്ല സ്മെല്ലല്ലേ ഇതിനകത്തേക്കില്ലേ കുറച്ച് സവാളയൊക്കെ ഇട്ടല്ലേ വെറുതെ തിന്നാൻ നല്ലതാണ്. പക്ഷെ ആ കുഞ്ഞായിട്ട് സവാളയൊക്കെ അരിഞ്ഞിട്ട് ഇതെനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അത് പച്ചമുളകൊക്കെ കുഞ്ഞായിട്ട് അരിയില്ലേ, അത് സാലഡ് പോലെ ആക്കും. അയ്യോ എല്ലാവരും പറയണേ എന്താ മതി, വെറുതെ മതിയാ. ഈ മമ്മിയുടെ 60-ാം വയസ്സിന്റെ ബർത്ത്ഡേ എടുത്ത ഫോട്ടോ, ഞാൻ എടുത്ത ഫോട്ടോയാണ്. അതെ, നമ്മുടെ മടിയിലിരിക്കണത് റബേക്ക. ഇത് ഡാനി, ഇത് ഡാനി ബ്രദറിന്റെ മോൻ, ഇത് സാറ. ഇത് ഞങ്ങളുടെ ടോബി കൊച്ച്. ടോബി കൊച്ചെന്ന് പറഞ്ഞ ആൾക്കാർ കളിയാക്കും അല്ലേ? ടോബി കൊച്ചെന്ന് പറഞ്ഞാൽ കളിയാക്കും. ടോബി വലുത്, ടോബി വലുത്. ഇങ്ങനെ എന്റെ കൈ കാണുവാടാ. ഇതൊക്കെ എല്ലാം എന്താ അനന്തരവന്മാർ അനുസരിച്ച് ഇവിടെ വാടോ, ഇവിടെ വാടോ. ഇത് നാത്തും, ഇത് ഫാമിലി ചാനലിലേക്കാണ്. ഇവിടെ വാടി, ഇവിടെ ടീച്ചറാണ് അറിയില്ല. നാളെ മതിയായിരുന്നല്ലേ, നാളെ വേറെ എടുക്കാടി, നാളെ വേറെ എടുക്കാം. ഇവിടെ പോവാ തന്നെ. അയാളുടെ മുഖത്തൊരു അലർജി വന്നേക്കണാണ്, അതുകൊണ്ടാണ് അയാൾക്കൊരു വിഷമം. ഇത് ഞങ്ങളെ ഷൈമ ചേച്ചി നേരത്തെ എടുത്തല്ലേ. എന്ത് സാധനം നമ്മളോക്കാവണ തലമുക്കാത്തണ്ട. എടാ ഞാൻ അടപ്പിന്റെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കൂട്ടാ. ഉരുളക്കിഴങ്ങ് ഒലിച്ച് കളയരുത്. മൊത്തത്തിലൊന്നും ടേസ്റ്റ് ചെയ്യണ്ട, ഇത്തിരി ടേസ്റ്റ് ചെയ്യാൻ മതി കേട്ടാ. വേണ അല്ല ഉപ്പുണ്ടോ, ഉപ്പുണ്ടോ? ആവശ്യത്തിണ്ട്. ഇത് ഞങ്ങളുടെ ടീയാ. എടാ ഇവിടെ നോക്കാൻ സയൻസ്, സയൻസ് തുടങ്ങിയ പരിപാടി. എടോ ഇവിടെ ആ എറണാകുളം ജിമ്മിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്. ശരി മതി, പോയിക്കോ. അതെ അതെ അതെ. എവിടെ 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 ഇവിടെ ആരൊക്കെ ഇരുന്നാ കഴിക്കണേ? എടേ വിക്കറ്റ് കഴിക്കണണ്ടാ? റബേക്ക് ഞങ്ങളുടെ പപ്പു റബേക്കയുടെ ടീഷർട്ട് സെയിം സെയിം. ആ വാട വാട തന്നെ കണ്ട. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നാളെ ഞങ്ങളുടെ കല്യാണത്തിന്റെ എല്ലാരും സ്റ്റില്ലായിട്ട് കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ ടാറ്റാ ബൈ ബൈ പറ. ടാറ്റാ ബൈ ബൈ.